വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ടാക്സോണമി ബേസ് ചെയ്തിട്ട് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. മാൾവേസി, പാപ്പിലോണേസി, മിർട്ടേസി എന്നീ ഫാമിലിയാണ് ഈ ഒരു ക്ലാസ്സിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ഫാമിലി ആയിട്ടുള്ള മാൾവേസി നോക്കാം. അവയെ നമ്മൾ കോട്ടൺ ഫാമിലി എന്നും പറയാറുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കാം. ബെന്താം ഹൂക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഈ ഒരു മാൾവേസി ഫാമിലിയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത് അവയുടെ ക്ലാസ് ഡൈക്കോട്ടിലിഡനാണ്, സബ് ക്ലാസ് പോളിപെറ്റാലെ, സീരീസ് തലാമിഫ്ലോറെ, ഓർഡർ മാൾവേസ്, ഫാമിലി മാൾവേസി ആണ്. ദെൻ ഹച്ചിൻസൺ എന്ന് പറയുന്നത് ഇവയെ ഡൈക്കോട്ടിലിഡൻസ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡൈക്കോട്ടിലിഡൻസ്, ലിഗ്നോസെ, ദെൻ ഓർഡർ മാൾവേസ് ഈ ഒരു കാറ്റഗറിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെന്താം ഹൂക്കർ ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇനി ഈ ഒരു ഫാമിലിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് മാത്രം ബേസ് ചെയ്തിട്ട് നോക്കാം. പിന്നെ കുറേ എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അവയുടെ ജനറൽ ഹാബിറ്റ് ആണ്. ഈ ഒരു മാൾവേസി ഫാമിലിയിൽ വരുന്നത് യൂഷ്വലി ഹെർബ്സ്, ഷ്രബ്സ്, സ്മോൾ ട്രീസ് ആണ്. ലാർജ് ട്രീസ് വളരെ റെയർ ആണ്. അപ്പം മെയിൻ ആയിട്ട് ഒരു ഹാബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ദേ കവേർഡ് വിത്ത് സ്റ്റെല്ലേറ്റ് ഹെയർ ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റെല്ലേറ്റ് ഹെയർ പ്രസന്റ് ആയിട്ടുള്ള ഫാമിലിയാണ് മാൾവേസി. ദെൻ മ്യൂസിലേജ് സെല്ല് വിച്ച് ഗിവ് എ സോഫ്റ്റ് ടെക്സ്ചർ, ഒരു സോഫ്റ്റ് ടെക്സ്ചർ നൽകുന്ന മ്യൂസിലേജ് സെൽസും കൂടെ സ്റ്റെല്ലേറ്റ് ഹെയർസും പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് മാൾവേസി. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർണമെന്റൽ ഷ്രബ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചെമ്പരത്തിയാണ്, ഹിബിസ്കസ് റോസ സിനൻസിസ്. ദെൻ ഗോസിപ്പിയം ഹെർബേസിയം, അത് കോട്ടൺ പ്ലാന്റ് ആണ്. ദെൻ മെഡിസിനൽ ഷ്രബ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അബ്യൂട്ടിലോൺ ഇൻഡിക്കം. ദെൻ ഹെർബ് ആയിട്ട് മാൾവ സിൽവെസ്ട്രീസ്. ഇത് മാത്രമല്ല, ഈ ഓരോ എക്സാമ്പിൾസും അല്ലെങ്കിൽ ഓരോ പെക്യുലാരിറ്റീസ് പറയുമ്പോഴും കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്കറിയാം മാൾവേസിയുടെ ആ ഒരു കാച്ചി ആയിട്ടുള്ള 5 പെറ്റൽ കണ്ടീഷൻ ആണ്. ഞാൻ ആ ഒരു കാലിക്സ്, കൊറോള അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റീസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സെപ്പൽസും പെറ്റൽസും ഉണ്ട്. ഗ്യാമോസെപ്പാലസ് ആണ്, പോളിപെറ്റാലസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. 5 പെറ്റൽസ് ആണ്, 5 സെപ്പൽസ് ആണ്, പെറ്റൽസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. വളരെ കാച്ചി ആയിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള പെറ്റൽ ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റീസിൽ ആദ്യം ഉള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പികാലിക്സ് ആണ്. എപ്പികാലിക്സ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടില്ല. നമ്മളൊരു ചെമ്പരത്തി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുട്ടിന്റെ താഴെ ഇതേപോലെ അല്ലെ, ആ ഒരു ചെറിയ ചെറിയ കാലിക്സ് പോലെ കുറേ എണ്ണം ഇങ്ങനെ മുള്ളു പോലെ ഉണ്ടാവില്ലേ, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എപ്പികാലിക്സ് എന്ന് പറയുന്നത്. മാൾവേസിയുടെ ഒരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ് എപ്പികാലിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു എപ്പികാലിക്സ് എന്ന് പറയുന്നത് ബ്രാക്ട്യൂൾസിന്റെ വേൾ ആണ്. കാലിക്സിന്റെ പുറത്ത് കാണുന്ന ബ്രാക്ട്യൂൾസിന്റെ വേൾസിനെയാണ് എപ്പികാലിക്സ് എന്ന് പറയുന്നത്. ഫ്ലോറൽ ബഡിനെ എന്താ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ ഫ്ലോറൽ ബഡ് ആൻഡ് മേ റിസംബിൾ ആൻ അഡീഷണൽ കാലിക്സ്, ഒരു അഡീഷണൽ കാലിക്സ് ആയിട്ട് റിസംബിൾ ചെയ്യാം. എപ്പികാലിക്സ് പ്രസന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിബിസ്കസ് റോസിനൻസിസ്, ഏബൽ മോസ്കസ് എസ്കുലൻഡസ്, നമ്മളുടെ വെണ്ടക്ക, ലേഡി ഫിംഗർ, ദെൻ ഗോസിപ്പിയം ആർബോറിയം. ഇത് ബെന്താം ഹൂക്കർ അദ്ദേഹത്തിന്റെ ഫാമിലി ഐഡന്റിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു മാൾവേസിയുടെ ഐഡന്റിഫൈങ് ക്യാരക്ടർ ആണ് എപ്പികാലിക്സ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ആ ഒരു ക്യാരക്ടർ ആണ് മ്യൂസിലേജ് സെൽ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവയുടെ ടിഷ്യൂസിൽ, മാൾവേസിയുടെ എല്ലാ ടിഷ്യൂസിലും അബണ്ടന്റ് ആയിട്ടുള്ള മ്യൂസിലേജ് സെൽസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഹിബിസ്കസിലും ഏബൽ മോസ്കസിലും ആണ് കേട്ടോ. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ടാക്സോണമിലും ഫാർമക്കോഗ്നസിയിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു മ്യൂസിലേജ് സെൽസ് പ്രസന്റ് ആണ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെല്ലേറ്റ് ഹെയർസ് പ്രസന്റ് ആണ്. നിങ്ങൾ അവരുടെ ആ ഒരു സ്റ്റെമ്മും അവയുടെ ഹെയർസ്, ആ ഒരു ഫ്ലവറിന്റെ കാലിക്സും ഒക്കെ എടുത്ത് നോക്കിയാൽ ചെറിയ ചെറിയ കുറേ ഹെയർസ് ഉണ്ട്. അപ്പൊ അവര് മൈക്രോസ്കോപ്പിക്കലി നോക്കിയാൽ അവ ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പ് ആയിട്ടുള്ള ഹെയർസ് ആണ് കേട്ടോ. സ്റ്റെമ്മിലും ലീവ്സിലും കാണുന്നത്. നമ്മൾ വെണ്ടക്കയുടെ ലീവ്സിലൊക്കെ നല്ല ഹെയർസ് പ്രസന്റ് ആണ് അല്ലെ. അപ്പം സ്റ്റെമ്മിലും ലീവ്സിലും സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ഹെയർസ് കാണുന്നുണ്ട്. അത്തരം ഹെയർസിനെ സ്റ്റെല്ലേറ്റ് ഹെയർ എന്നാണ് പറയുന്നത്. അവയുടെ എക്സാമ്പിൾ എന്താ? അബ്യൂട്ടിലോൺ ഇൻഡിക്കത്തിലും മാൾവ പാർവിഫ്ലോറയിലും ആണ് എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു സ്റ്റെല്ലേറ്റ് ഹെയറിന്റെ ആ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്ലാന്റിനെ ഹെർബിവോറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും കൂടിയാണ്.
അതാണ് നെക്സ്റ്റ് ക്യാരക്ടർ. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ, സോറി ഇത് നമ്പർ തെറ്റിട്ടുണ്ട്, ഇത് 2, 3, ഇത് 4 ആണ്. നാലാമത്തെ ക്യാരക്ടർ മൊണഡൽഫസ് ആൻഡ്രീഷ്യം ആണ്. ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. മൊണഡൽഫസ് ആൻഡ്രീഷ്യത്തിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് മൊണഡൽഫസ് എന്ന് പറയുമ്പം സ്റ്റേമൻസ് ന്യൂമറസ് ആണ് അല്ലെ. ഇതാണല്ലേ ഒരു സ്റ്റേമൻ എന്ന് പറയുന്നത് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമൻ ആണ്. ആൻഡ് ആ ഓരോ സ്റ്റേമൻസും യുണൈറ്റഡ് ബൈ ഫിലമെന്റ് ആണ്. അവയുടെ ഫിലമെന്റ് ഒക്കെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഫിലമെന്റ് ആയിട്ടാണ് ഉള്ളത്. എന്നിട്ട് എന്തുണ്ടാക്കും, ഒരു സ്റ്റാമിനൽ ട്യൂബ്. ഇതിപ്പം സ്പ്ലിറ്റ് ചെയ്ത സ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റാമിനൽ ട്യൂബ് പ്രസന്റ് ആണ്. സ്റ്റൈലിന് ചുറ്റും ഈ ഒരു പോർഷന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റൈൽ കാണുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മൾ മാൾവേസിയയിൽ ഹിബിസ്കസ് ക്ലിയർലി വിസിബിൾ ആണ്. ഇതേപോലെ ഈ ഒരു സ്റ്റാമിനൽ ട്യൂബ് പ്രസന്റ് ആയിട്ടുള്ള യുണൈറ്റഡ് ഫിലമെന്റ്സും ആന്തർ ഫ്രീയും ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് മൊണഡൽഫസ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇവ പ്രസന്റ് ആയിട്ടുള്ളത് ഹിബിസ്കസ് റോസാസിനെൻസിസിലും ഗോസിപ്പിയം ഹെർബേഷ്യത്തിലും അബ്യൂട്ടിലോൺ ഇൻഡിക്കത്തിലും ആണ് ട്ടോ. ഈ ഒരു ഫാമിലിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ് ഈ ഒരു മൊണഡൽഫസ് ആയിട്ടുള്ള ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോണോതീക്കസ് ആയിട്ടുള്ള ആന്തർ ആണ്. ഇവിടെ ആന്തറിന് ഒരു തീക്ക മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. 2ന് പകരം ഒരു തീക്ക മാത്രം പ്രസന്റ് ആയിട്ടുള്ള ആന്തർ ഈ ഒരു ഫാമിലിയിൽ ഉണ്ട്. ഹിബിസ്കസിലും മാൾവ സിൽവെസ്ട്രസിലും ഒക്കെ അവ ക്ലിയർലി വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് മാൾവേസിനെ അതിന്റെ തൊട്ടടുത്ത ഫാമിലീസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, മോണോതീക്കസ് ആയിട്ടുള്ള ആന്തർ. ഗൈനീഷ്യത്തിന്റെ കണ്ടീഷൻ പറഞ്ഞാല് ഗൈനീഷ്യം പെക്യുലാരിറ്റീസ് മൾട്ടി കാർപ്പലറി ആയിട്ടുള്ള സിൻകാർപ്പസ് ആണ്. യൂഷ്വലി 5ഓ അതിൽ കൂടുതലോ കാർപ്പസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണ്. സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആണ്. ഓവറി മൾട്ടി ലോക്യുലാർ ആയിട്ടുള്ള ഓവറി ആണ്. ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. നമ്മൾ വെണ്ടക്കയുടെ ആ ഒരു വെണ്ടക്ക തന്നെ മുറിച്ചാൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ് അല്ലെ. ആക്സൈൽ പ്ലാസന്റേഷൻ നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള ആ ഒരു മൾട്ടി കാർപ്പലറി ആ ഒരു ഗൈനീഷ്യത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റൈല് സ്റ്റാമിനൽ ട്യൂബിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റൈല് സ്റ്റാമിനൽ ട്യൂബിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സ്റ്റിഗ്മ ബ്രാഞ്ചഡ് ആണ്, ഓഫൺ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കാർപ്പൽ. കാർപ്പലിന്റെ അതേ നമ്പറിൽ തന്നെ സ്റ്റിഗ്മയും പ്രസന്റ് ആകാം. നെക്സ്റ്റ് പറയുന്നത് അവയുടെ ഫ്രൂട്ട് ടൈപ്പ് ആണ്. ഫ്രൂട്ട് ഓരോ ജനറിയിലും പലതരത്തിലുള്ള ഫ്രൂട്ട് ഉണ്ട്. അതിൽ ഗോസിപ്പിയം ഹെർബേഷ്യം ഹെർബേസിയം എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ ആണ്. മാൾവ സിൽവെസ്ട്രിസ് എന്ന് പറയുന്നത് ഷൈസോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ട് ആണ്. ഏബിൾ മോസ്കസ് എസ്കുലന്റം വെണ്ടക്കയും ഒരു ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ ആ ഒരു സ്പ്ലിറ്റ് ആ ഒരു ഡോർസൽ സ്യൂച്ചേഴ്സ് എല്ലാ സ്യൂച്ചർ വഴിയും സ്പ്ലിറ്റ് ചെയ്യുന്ന ലൊക്യൂലിസിഡൽ ക്യാപ്സ്യൂൾ ആണ് ഈ ഒരു ഏബിൾ മോസ്കസ് എസ്കുലന്റസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫ്രൂട്ടിന്റെ ടൈപ്പ്. ഇനി ലാസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി നോക്കിയാൽ മാൾവേസി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ട്ടോ. അപ്പൊ അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ കോട്ടൺ ഫൈബർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കോട്ടൺ, ഗോസിപ്പിയം ഹിർസ്യൂട്ടം എന്ന് പറയുന്നത്. ഏബിൾ മോസ്കസ് എസ്കുലന്റം വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മാൾവേസിയ ഫാമിലിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് സ്പീഷീസ് ആണ്. ഹിബിസ്കസ് റോസാസിനെൻസിസ് ഓർണമെന്റൽ ആണ്. അബ്യൂട്ടിലോൺ ഇൻഡിക്കം എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ മാൾവേസി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്ത ഫാമിലി ലെഗ്യുമിനോസി ആണ്. ഫാബേസി എന്ന് പറയും. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി, കുറേ പെക്യുലാരിറ്റീസ് യുണീക് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ് ലെഗ്യുമിനോസി എന്ന് പറയുന്നത്. ഫാബേസി എന്നും പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ പി ഫാമിലിയാണ്. പിയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവയുടെ ക്ലാസിഫിക്കേഷൻ ബന്ധാം ഹുക്കർ ബേസ് ചെയ്തിട്ട് അവയുടെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പേര് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. ഡൈക്കോട്ടിലിഡനെ, പോളിപെറ്റാലെ, റോസെയിൽസ്, ഓർഡർ ഫാമിലി ലെഗ്യുമിനോസെ എന്ന് പറയും. ഈ ഒരു ലെഗ്യുമിനോസയ്ക്ക് 3 സബ് ഫാമിലീസ് ഉണ്ട്. പാപ്പിലിയോണിഡേ ഉണ്ട്, സെസാൽപിനോയിഡേ ഉണ്ട്, മൈമോസോയിഡേ ഉണ്ട്. ഞാൻ എല്ലാം ജനറൽ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അവയുടെ പെക്യുലാരിറ്റീസിൽ ഒന്ന് ജനറൽ ഹാബിറ്റാറ്റ്. അവയില് ഹെർബ് പ്രസന്റ് ആണ്, ഷേർബ് പ്രസന്റ് ആണ്, ക്ലൈംബേഴ്സ് അല്ലെ, ക്ലൈംബേഴ്സ് പ്രസന്റ് ആണ്, ട്രീ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ലാർജസ്റ്റ് ആൻജിയോസ്പേം, വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻജിയോസ്പേം ഫാമിലിയാണ് ഈ ഒരു പാപ്പിലോണേസി എന്ന് പറയുന്നത്. അവയിലെ കുറച്ച് എക്സാമ്പിൾസ്, ഹെർബിന് എക്സാമ്പിൾ ആണ് പൈസം സറ്റേവം. ആ ഒരു പൈസം സറ്റേവം നമുക്ക് വേണമെങ്കിൽ ക്ലൈംബറിലും ഉൾപ്പെടുത്താം. ദെൻ ഷ്രബ് കെജാനസ് കാജൻ. ക്ലൈംബറിന്റെ മറ്റൊരു എക്സാമ്പിൾ ക്ലിറ്റോറിയ ടെർനേറ്റിയ ആണ്. ട്രീ ആയിട്ട് ഡെലോണിക്സ് റെജിയ എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ഉള്ളത്. ഇനി മറ്റ് ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റിയിൽ ഏറ്റവും ആദ്യം നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ പറയുമ്പോൾ ആ ഒരു റൈസോബിയം സിംബയോട്ടിക് അസോസിയേഷൻ ഒക്കെ പറയുമ്പോൾ
ലെഗുമിനോസയെ പറയുന്നുണ്ട്. റൂട്ട് നോഡ്യൂൾസ് ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ. റൈസോബിയം എന്ന് പറയുന്ന ഒരു തരം സിംബയോട്ടിക് ബാക്ടീരിയ ലെഗുമിനോസിയ പ്ലാന്റിന്റെ റൂട്ടിൽ ഇൻഹാബിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെഗുമിനോസിയായിട്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഉള്ള പ്ലാന്റ് ആണ്, അസോസിയേഷൻ ആണ് റൈസോബിയത്തിന്. ഒരു റൈസോബിയത്തിന് റൂട്ട് നോഡ്യൂൾ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട്. അങ്ങനെ റൈസോബിയം സിംബയോട്ടിക് അസോസിയേഷൻ നടത്തുന്ന ലെഗുമിനോസിയയുടെ കുറച്ച് എക്സാമ്പിൾ ആണ് പൈസം സറ്റൈവം, സിസർ അരിയറ്റിനം, ഫാസിയോളസ് വൾഗാരിസ് എന്ന് പറയുന്നത്. ഇവ അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് വഴി സോയിലിന്റെ ഫെർട്ടിലിറ്റി എൻറിച്ച് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ്, കോമ്പൗണ്ട് ലീവ്സ് വിത്ത് പൾവിനസ് ലീഫ് ബേസ്. കോമ്പൗണ്ട് അല്ലാത്ത കേസും ഉണ്ട് കേട്ടോ. അപ്പൊ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് ലീവ്സ് യൂഷ്വലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് വിത്ത് സ്വള്ളൻ ലീഫ് ബേസ് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് വിത്ത് സ്വള്ളൻ, അതാണ് പൾവിനസ് ആയിട്ടുള്ള കണ്ടീഷൻ. അവയുടെ ലീഫിന്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്വള്ളൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ലീഫിന്റെ മൂവ്മെന്റ് എനേബിൾ ചെയ്യാം. അതിന് എക്സാമ്പിൾ ടാമറിന്റെ സിൻഡിക്ക. ഇതാണ് ടാമറിന്റെ സിൻഡിക്ക. ദെൻ മൈമോസ പുഡിക്ക ഉണ്ട്, നമ്മുടെ തൊട്ടാവാടി. ദെൻ കാഷ്യ ഫിസ്റ്റുല, കണിക്കൊന്ന എന്ന് പറയുന്ന ചെടി. അതൊക്കെ ഒരു കോമ്പൗണ്ട് ലീവ്സ് ആണ് ഉള്ളത്. ദെൻ ഈ ഒരു മൈമോസ പുഡിക്കയിലെ ആ ഒരു തിക്മോട്രോപ്പിസം, ടച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു റാപ്പിഡ് മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് കാണിക്കുന്നുണ്ടല്ലോ മൈമോസ പുഡിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോമ്പൗണ്ട് ലീവ്സിന്റെ കാറ്റഗറീസ്. ദെൻ നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവയുടെ കൊറോളയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പാപ്പിലോണേഷ്യസ് കൊറോള എന്നാണ് പറയുന്നത്. ഫ്ലവർ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. ആക്ച്വലി 5 നമ്പർ ആണ് കൊറോള എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൊറോളയ്ക്ക് രണ്ട് സൈഡിലുമുള്ള ഈ ഒരു പെറ്റൽസിനെ നമ്മൾ വിങ് പെറ്റൽ എന്നാണ് പറയുന്നത്. 2 വിങ് ഉണ്ടായിരിക്കും. ദെൻ താഴെ 2 കീൽ പെറ്റൽ ഉണ്ടായിരിക്കും. ഈ ഒരു കീൽ പെറ്റൽ ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഫ്യൂസ്ഡ് ആയിട്ടുള്ള കീൽ പെറ്റൽ ഉണ്ടായിരിക്കും. ഒരു ലാർജ് സ്റ്റാൻഡേർഡ് വെക്സില്ലം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പാപ്പിലോണേഷ്യസ് കൊറോള കാണുന്ന കണ്ടീഷൻ ആണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണെന്നും കൂടി ഓർത്തു വെക്കും. ഓക്കെ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ആ ഒരു 3 ടൈപ്പ്, വെക്സില്ലം, ഈ ഒരു വിങ് പെറ്റല്, സ്റ്റാൻഡേർഡ് പെറ്റൽ അല്ലെങ്കിൽ കീൽ പെറ്റല്, സ്റ്റാൻഡേർഡ് അല്ല കീൽ പെറ്റല് പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ ആണ് പാപ്പിലോണേഷ്യസിൽ. ഇവ പ്യൂർലി വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ പൈസം സറ്റൈവത്തിലും ക്ലിറ്റോറിയയിലും കെജാനസ് കാജനിലും ആണ്. മെയിൻ ആയിട്ട് ഇൻസെക്ട് പോളിനേഷൻ ആണ് ഈ ഒരു കണ്ടീഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ലെഗ്യൂം എന്ന് പറഞ്ഞാൽ ഇവയുടെ ഫ്രൂട്ട്, ലെഗ്യൂം ആണ് ഇവയുടെ ഫ്രൂട്ട്. പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം എന്ന് പറയും. അവ 2 സ്യൂച്ചറിലും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡെഹിസൻസ് നടക്കുന്നത്. പോഡ്സിന്റെ ക്ലിയർ ആയിട്ട് പൈസം സറ്റൈവം, സിസർ അരിയറ്റിനും, ടാമറിന്റെ സിൻഡിക്കും ഒക്കെ ക്ലിയർ ആയിട്ട് ആ ഒരു പോഡൽ ക്യാരക്ടർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഡൈഅഡൽഫസ് സ്റ്റീമൻ. നമ്മൾ മാൾവേസിയിൽ പറയുമ്പോൾ മൊണോഡൽഫസ് ആയിട്ടുള്ള സ്റ്റീമൻ ആണെങ്കിൽ പൈസം സറ്റൈവ ഒരു പാപ്പിലോണേഷ്യയിൽ ഡൈഅഡൽഫസ് ആയിട്ടുള്ള സ്റ്റീമൻ ആണ്. അതായത് സ്റ്റീമൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ 9 എണ്ണം ഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. 9 എണ്ണം ഫ്യൂസ്ഡ് ആണ്. അവയുടെ ഫിലമെന്റ് ആണ് ഫ്യൂസ്ഡ്. ആന്തർ ഫ്രീ ആണ്. 9 എണ്ണം ഫ്യൂസ് ചെയ്തിട്ട് ആകെ 10 സ്റ്റേമനിൽ 9 എണ്ണം ഫ്യൂസ് ചെയ്ത് ഒരു സിലിണ്ടർ ആയിട്ട് മാറും, ഒരു സ്റ്റാമിനൽ ട്യൂബ് ആയിട്ട് മാറും, 1 ഫ്രീ ആയിട്ട് നിൽക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ, അങ്ങനെയുള്ള ഡൈഅഡൽഫസ് ആയിട്ടുള്ള സ്റ്റീമൻ ആണ് പാപ്പിലോണേഷ്യസിൽ വരുന്നത്. എക്സാമ്പിൾ നമ്മൾ ഇത്രയേരം പറഞ്ഞു തന്നെയാണ്. പാപ്പിലോണിയയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫൈങ് ക്യാരക്ടർ ആണ് ഈ ഒരു ഡൈഅഡൽഫസ് ആയിട്ടുള്ള സ്റ്റീമൻ എന്ന് പറയുന്നത്. ദെൻ ഗൈനീഷ്യത്തിന്റെ ഇതാണ് ഡൈഅഡൽഫസ് ആയിട്ടുള്ള സ്റ്റേമൻ. ഇതാണ് 9 എണ്ണം ഫ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്ന് മാത്രം സെപ്പറേറ്റ് കാണും കേട്ടോ. അപ്പം ഈ ഒരു ഗൈനീഷ്യത്തിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് മോണോ കാർപ്പലറി ആണ്. സിംഗിൾ കാർപ്പൽ വിത്ത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. മോണോ കാർപ്പലറി വിത്ത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. യൂണി ലോക്യുലാർ ആണ്. ഓവറി സുപ്പീരിയർ ആണ്. കുറെ ഒവ്യൂൾസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, വെൻട്രൽ സ്യൂച്ചറിൽ കുറെ ഒവ്യൂൾസ് പ്രസന്റ് ആയിരിക്കും. പക്ഷെ കാർപ്പല് ഒന്നേ ഉണ്ടായിരിക്കുള്ളൂ. സ്റ്റൈല് സിമ്പിൾ വിത്ത് സ്മോൾ സ്റ്റിഗ്മ ആയിരിക്കും. ഓവറി പോഡ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നും കൂടി പഠിക്കാം. ദെൻ ഫ്ലോറൽ വേരിയേഷൻ, നമ്മുടെ സബ് ഫാമിലിയിൽ പൈസം സറ്റൈവം എന്ന് പറയുന്നത് പാപ്പിലോണിഡേ എന്ന് പറയുന്നത് സബ് ഫാമിലി ആണ് കേട്ടോ. ദെൻ സെസാൽപിനോയിഡേ എന്ന് പറയുന്നതിൽ എക്സാമ്പിൾ വരുന്നത്
കാഷ്യ ഫിസ്റ്റുല, ഡെലോണിക്സ് റെജിയ ട്രീ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. then മൈമോസോയിഡയിൽ വരുന്ന എക്സാമ്പിൾ അക്കേഷ്യ നിലോട്ടിക്ക, മൈമോസ പുഡിക്ക, ഈ ഒരു പ്ലാന്റ് ആണ് ട്ടോ. then അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കിയാൽ പൾസസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ എക്കണോമിക് ബോട്ടണിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന എക്സാമ്പിൾസ് ആണ് സിസർ അരിയറ്റിനം, പൈസം, സറ്റേവം എന്ന് പറയുന്നത്. ടിമ്പറിന് യൂസ് ചെയ്യുന്ന ട്രീ പ്ലാന്റ് ആണ് ഡാൽബർജിയ സിസോ എന്ന് പറയുന്നത്. then ഓർണമെന്റൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡെലോണിക്സ് റിജിയ, ഇതും ഒരു ട്രീ പ്ലാന്റ് ആണ്. ഫോഡർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെഡിക്കാഗോ സെറ്റൈവ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ആ ഒരു പാപ്പിലോണേസിയ ഫാമിലിയിൽ വരുന്നത്. then മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി ആണ് മിർട്ടേസിയെ ഫാമിലി അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ഫാമിലി. അറോമാറ്റിക് ആയിട്ടുള്ള ഫാമിലി ആണ് മിർട്ടേസിയെ, യൂക്കാലിപ്റ്റസ് ഫാമിലി ആണ്. സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കാം. ഡൈക്കോട്ടിലിഡനെ, അവയുടെ അണ്ടറിൽ പോളിപെറ്റാലെ, കാൽസിഫ്ലോറെ, മിർട്ടേൽസ്, മെർട്ടേസിയെ, ഈ ഒരു ഓർഡറിലാണ് യൂക്കാലിപ്റ്റസ് ഫാമിലി വരുന്നത്. ഇനി അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ അവ അറോമാറ്റിക് ആണ്. ഓക്കെ, ദ മെമ്പേഴ്സ് ആർ മോസ്റ്റ്ലി അറോമാറ്റിക് എവർഗ്രീൻ ട്രീസ് ഓർ ഷബ് ആണ്. ഇവയിൽ ഹെർബ്സ് കാണുന്നില്ല, ചെറിയ ട്രീസോ വലിയ ട്രീസോ അല്ലെങ്കിൽ ഷബ്ബോ മാത്രമേ കാണുന്നുള്ളൂ. മിർട്ടേസിയയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോമൺ ആയിട്ട് കാണുന്നതാണ് പേരക്ക. ഓക്കെ, സിഡിയം ഗുജാവ എന്ന് പറയുന്നത് സ്മോൾ ട്രീ ആണ്. യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസും ടോൾ ആയിട്ടുള്ള ട്രീ ആണ്. സൈഷീജിയം ക്യൂമിനി എന്ന് പറയുന്നത് ട്രീ ആണ്. ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് അതർ ക്യാരക്ടേഴ്സ് നോക്കിയാൽ അവയുടെ ലീവ്സിൽ ഓയിൽ ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കും. ആ ഒരു ഓയിൽ ഗ്ലാൻസ് പ്രസന്റ് ആയതുകൊണ്ടാണ് അവ അറോമാറ്റിക് ആയിട്ടുള്ളത്. ഒരു ഓയിൽ ഗ്ലാൻസ് ഒരു ട്രാൻസ്പെറന്റ് ഡോട്ട് ആയിട്ട് ക്ലിയർലി വിസിബിൾ ആയിട്ട് കേട്ടോ ലീവ്സിൽ. യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസിലും സിഡിയം ഗുജാവയിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഓയിൽ ഗ്ലാൻഡ് ഇന്നെടുക്കുന്ന ഓയിൽസ്, എസെൻഷ്യൽ ഓയിൽസ് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ലീഫിന്റെ ക്യാരക്ടർ നോക്കിയാൽ ഓപ്പോസിറ്റ് ലീവ്സ് വിത്ത് എൻറ്റയർ ആയിട്ടുള്ള ലീഫ് മാർജിൻ. ഒക്കെ എൻറ്റയർ ആയിട്ടുള്ള ലീഫ് മാർജിൻ ആണ് എല്ലാത്തിലും. ഓക്കെ, പേരക്കയിലൊക്കെ നോക്കിയാൽ എൻറ്റയർ ലീഫ് മാർജിൻ ആണ്, ലെതറി ആയിട്ടുള്ളതാണ്. ഓക്കെ, സിഡിയത്തിലും ഷൈസീജിയം ക്യുമിനിയിലും ഒക്കെയുള്ള ക്യാരക്ടർ ആണ് ഇത്. നെക്സ്റ്റ് ക്യാരക്ടർ അവയുടെ ഓവറി ഇൻഫീരിയർ ഓവറി ആണ്. എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് മിർട്ടേസിയയിൽ വരുന്നത്. അതായത് എല്ലാ ഫ്ലോറൽ പാർട്ടും ഫ്ലോറൽ പാർട്ടിൻ അറേസ് ചെയ്യുന്നത് ഓവറിയുടെ മുകളിൽ നിന്നാണ്. ഓക്കെ, എക്സാമ്പിൾ ഷൈസീജിയം അറോമാറ്റിക്കം, ഷൈസീജിയം ഗുജാവ. ഇതാണ് മെയിൻ ആയിട്ട് അവയുടെ റിലേറ്റഡ് ഫാമിലീസിൽ നിന്ന് മിർട്ടേസിയനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എപ്പിഗൈനസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് മിർട്ടേസിയ. ദെൻ സ്റ്റേമൻ ആണ്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ബോട്ടിൽ ബ്രഷ് ആണ്. കലാമൈറ്റ്സ് ഒരു കാലിസ്റ്റിമോൺ എന്ന് പറയും, കലാമൈറ്റ്സ് അല്ല, കാലിസ്റ്റിമോൺ എന്ന് പറയുന്ന ആ ഒരു ബോട്ടിൽ ബ്രഷ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. ഈ ഒരു റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഒക്കെ അതിന്റെ സ്റ്റേമൻ ആണ്. ഓക്കെ, സ്റ്റേമൻ വെരി ന്യൂമറസ് ആണ്. അത്രയും ഫ്ലവറിന്റെ ഏറ്റവും ഷോയി ആയിട്ടുള്ള പാർട്ട് ആക്ച്വലി സ്റ്റേമൻ ആണ് ട്ടോ. സ്റ്റേമൻ ആണ് വെരി ഷോയി ആയിട്ടുള്ളതാണ്. എക്സാമ്പിൾ കാലിസ്റ്റിമോൺ സിട്രിനസ് ആണ് ബോട്ടിൽ ബ്രഷ്. യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസിലും. കാലിസ്റ്റമോണിൽ സ്റ്റേമൻ എന്ന് പറയുന്നത് ബ്രഷ് ലൈക്ക് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ആയതുകൊണ്ടാണ് അവയെ ബോട്ടിൽ ബ്രഷ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാരക്ടർ പേഴ്സിസ്റ്റന്റ് കാലിക്സ് ആണ്. അതായത് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്താലും ആ ഒരു കാലിക്സിന്റെ കൂടെ തന്നെ ഫ്രൂട്ടിന്റെ കൂടെ തന്നെ കാലിക്സ് അറ്റാച്ച്ഡ് ആയിരിക്കും. അതിൽ സിഡിയം പേരക്കയുടെ നോക്കിക്കഴിഞ്ഞാൽ പേരക്കയുടെ ടിപ്പിൽ ഒരു ക്രൗൺ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അത് ആക്ച്വലി അതിന്റെ കാലിക്സ് ആണ്. ക്രൗൺഡ് ആയിട്ടുള്ള കാലിക്സ് കാണുന്ന മിർട്ടേസിയ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റിന്റെ എക്സാമ്പിൾ ആണ് ഗ്വാവ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്വാ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ബൈ ടു മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ആണ്. ഫ്ലവർ എപ്പിഗൈനസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഓവറി ഇൻഫീരിയർ ആണെന്ന് പറഞ്ഞു. മൾട്ടി ലോക്കുലാർ വിത്ത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. സ്ലെൻഡർ ആയിട്ടുള്ള സിംഗിൾ സ്റ്റൈൽ വിത്ത് സിമ്പിൾ സ്റ്റിഗ്മി ആയിരിക്കും. ഒവ്യൂൾസ് ന്യൂമറസ് ആയിട്ട് കാണുന്നുണ്ട്. അവയുടെ ഫ്രൂട്ട് ടൈപ്സ് എന്ന് പറയുന്നത് രണ്ട് മേജർ ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഒന്ന് ബെറി, രണ്ടാമത്തത് ക്യാപ്സ്യൂൾ ആണ്. ബെറിക്ക് എക്സാമ്പിൾ ആണ് പേരക്കയും ഷൈസീജിയം ക്യുമിനിയും. ക്യാപ്സ്യൂളിന് എക്സാമ്പിൾ ആണ് യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് എന്ന് പറയുന്നത്. അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഫ്രൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗുവ. സ്പൈസ് ആയിട്ട് ഷൈസീജിയം അറോമാറ്റിക്കം, ക്ലോവ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ടിമ്പർ ആൻഡ് ഓയിൽ ആയിട്ട് യൂക്കാലിപ്റ്റസ്
ഗ്ലോബുലസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ യൂക്കാലിപ്റ്റസ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഓയിലാണ്. സോ ഇത്രയാണ് 3 ഫാമിലീസ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ദെൻ ഇനി ഏതെങ്കിലും പോർഷൻസിന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. HSST ബോട്ടണി ഓറിയന്റഡ് ആയിട്ട് ഇനി അത്ര സമയമില്ല. അപ്പോൾ എല്ലാ ഫാമിലീസിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. സോ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.